ഹലോ കൂട്ടുകാരെ, നമ്മുടെ അപ്പനോട് ഈ ബജി ഒന്ന് ഓപ്പൺ ആക്കി നോക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും കേട്ട ഒരു എക്സ്പ്രഷൻ ആട്ടോ ആദ്യം കേട്ട സൗണ്ട്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വേറൊന്നുമല്ല, ഒരു 4 മണി പലഹാരം ആട്ടോ. ഒരു ബജിയാണ്, വേറൊന്നുമല്ല, നമ്മുടെ ക്യാബേജ് കൊണ്ടുള്ള ഒരു എളുപ്പത്തിലൊരു ബജി. അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആട്ടോ. അപ്പോൾ ഇത് വളരെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് 1 കപ്പ് കടലപ്പൊടി വേണം. അതുപോലെ തന്നെ സെയിം അളവിൽ 1 കപ്പ് മൈദയും വേണം. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ രണ്ടും ഒരേ അളവിലങ്ങ് എടുത്തേച്ചാൽ മതി. അതുകൂടാതെ തന്നെ ഒരു 1/2 ക്യാബേജ് അതൊന്ന് ചെറുതായിട്ട് അരിയണം. പിന്നെ അതുപോലെ തന്നെ ഒരു 2 ഉള്ളി അതും കൂടി ചെറുതായിട്ട് അരിയണം. അതല്ലാതെ നമുക്കിവിടെ ഇതിനായിട്ട് ആവശ്യമുള്ളത് ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര, അത് ഉറപ്പായിട്ട് വേണേ. അതുപോലെ തന്നെ ഒരു നുള്ള് നമ്മുടെ സോഡാപ്പൊടി. അപ്പോൾ ഇത്രയും കൂടി എടുത്തിട്ട് അതിലേക്ക് ഒരു ഇച്ചിരി കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് നല്ലപോലെ അതിൻ്റെ ആ ഉള്ളിയൊക്കെ ഒന്ന് സ്മൂത്ത് ആകുന്നതുപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം കേട്ടോ. എന്നിട്ട് 2-3 മിനിറ്റ് വെച്ചാൽ മതി, അത്ര മതി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പാനിനകത്ത് എണ്ണയിട്ട് ഞാൻ വെളിച്ചെണ്ണ എടുത്തിരിക്കുന്നത്, അത് നല്ലപോലെ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് എടുത്തിരിക്കുന്ന ആ ഒരു നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ്, അത് ഞാൻ ഈ ഫസ്റ്റ് ട്രിപ്പ് ഇട്ടപ്പോൾ കുറച്ച് വലുതായിട്ടാട്ടോ ഇട്ട് കൊടുത്തത്. അത് അപ്പോൾ ഇച്ചിരി ഒന്ന് ഇടവിട്ട് കൊടുക്കണം, കാരണം അതൊന്ന് കുറച്ചും കൂടെ അങ്ങോട്ട് പൊങ്ങി അങ്ങ് വലുതാവും. അപ്പോൾ അതിന് വേണ്ടിയുള്ളൊരു സ്ഥലം കൂടെ നമുക്ക് കൊടുക്കണം. അതിനായിട്ട് വലുതായിട്ട് ഇടുവാണെങ്കിൽ ഒരു ഇച്ചിരി ഇടയിട്ട് ഒന്ന് ഇടണേ. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ മുറിഞ്ഞ് കിട്ടും. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് അന്നേരം തന്നെ അങ്ങോട്ട് തിരിച്ചിട്ട് പിന്നെ തീ കുറച്ചിടണം കേട്ടോ, പിന്നെ കരിഞ്ഞു പോകും. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാം തിരിച്ചിട്ട് 1-2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും അത് 2 വശവും അതിൻ്റെ അകവും എല്ലാം നല്ലപോലെ വെന്ത് നല്ല രീതിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ കിട്ടി അതൊന്ന് നല്ലപോലെ ഒന്ന് മൂത്ത ശേഷം പിന്നെ ഒന്ന് തീ കൂട്ടി കൊടുത്തിട്ട് അതൊന്ന് നമുക്ക് പാത്രത്തിലേക്ക് കോരി മാറ്റാം. അപ്പോൾ 2ാമത് ട്രിപ്പ് ഇട്ട് കൊടുത്തപ്പോൾ ഞാൻ അളവ് കുറച്ചിട്ട് ചെറുതാക്കി ഇട്ട് കൊടുത്തു കേട്ടോ. എന്നാലും കുഴപ്പമില്ല, അപ്പോഴും അത് നല്ലപോലെ തന്നെ വന്നു, ഒരു നല്ല രസമായിട്ട് തന്നെ കിട്ടി. അപ്പോൾ അത്രയേ ഉള്ളൂ. ഒന്ന് തുറന്ന് നോക്കി, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്, നല്ല ടേസ്റ്റി കേട്ടോ. അപ്പോൾ ഇനി പിള്ളേരൊക്കെ വരുമ്പോൾ നല്ല ധൈര്യപൂർവ്വം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക്സ് ഫോർ വാച്ചിങ്.